ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് മൂൺകോ ഡിസൈനേഴ്സിനെ കുറിച്ചാണ്. അറിയാലോ, മൂൺകോ ഡിസൈനേഴ്സ് എന്ന് പറഞ്ഞാൽ ഇത്രയും വലിയൊരു സ്കാം ആണ്. അത് എന്താ പറയുക, തട്ടിപ്പ് ഒരു ബൊട്ടിക്കാന്ന് ഞാൻ പറയത്തുള്ളൂ. ഞാനും ഈ പറയുന്ന ബൊട്ടിക്കിന്റെ കുറെ നാളത്തെ ഫോളോവർ ആയിരുന്നു കേട്ടോ. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരുടെ ഒരു മെയിൻ തീം അല്ലെങ്കിൽ ഇവരുടെ ഒരു മെയിൻ കണ്ടന്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരുടെ ഡ്രസ്സും മെറ്റീരിയൽസ് ഒക്കെ ഉണ്ടല്ലോ, അത് ഭയങ്കര വിലക്കുറവിലാണ്. ചിലപ്പോൾ 300 രൂപ അല്ലെങ്കിൽ 200 രൂപ, ചിലപ്പോൾ 400 രൂപ, അങ്ങനെ അത്രയും വില കുറഞ്ഞ മെറ്റീരിയൽസിലല്ല, അത്രയും വിലക്കുറവുള്ള സാധനങ്ങളായിരിക്കും ഇവർ കസ്റ്റമേഴ്സിന് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. അതോ നല്ല ഹാൻഡ് വർക്ക് ഒക്കെ ചെയ്തിട്ട്, അതും ചിലപ്പോൾ വേണമെങ്കിൽ നമ്മുടെ ഈ പറയുന്ന ഹാൻഡ്സിലും ഈ നെക്കിന്റെ ഈ ചെസ്റ്റ് പോർഷൻ ഫുള്ളും അങ്ങനെയൊക്കെ അത്രയും ഹാൻഡ് വർക്ക് ഒക്കെ ഈ പറയുന്ന പോലെ ഈ 300 രൂപയ്ക്കും 400 രൂപയ്ക്കും എന്നൊക്കെ പറയുമ്പോഴത്തേക്കും ആൾക്കാർ പെട്ടെന്ന് അങ്ങ് വീഴും. അതേപോലെ തന്നെ ഇവര് ഈ സംഭവത്തിൽ മെയിൻ ആയിട്ട് അവരെ ഫോളോ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്രയും വിലക്കുറവിലാണല്ലോ ഈ ഡ്രസ്സ് കാര്യങ്ങളൊക്കെ അവർ വിൽക്കുന്നത്. അപ്പം ആൾക്കാർ എന്ത് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ പാവപ്പെട്ട എന്ന് വെച്ചാൽ സാധാരണക്കാരുണ്ടാവില്ല, ഇത്രയും വിലക്കുറവിൽ വിൽക്കുന്ന പറയുമ്പോഴത്തേക്കും ഇവരുടെ മെയിൻ കസ്റ്റമേഴ്സ് എന്ന് പറയുന്നത് സാധാരണക്കാർ തന്നെയാണ്. ഇപ്പൊ ഞാനൊക്കെ ഇവരെ ഫോളോ ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇവരെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരുടെ ഒരു എന്താ പറയുക, ഒരു സ്റ്റുഡിയോ ഉണ്ടല്ലോ, ഒരു അറ്റൻഷൻ, ആ സ്റ്റുഡിയോയിൽ ഭയങ്കര അറ്റൻഷൻ കിട്ടും നമുക്ക്. കാരണം അതിന്റെ കളർ ഗ്രേഡിങ് കാര്യങ്ങൾ അങ്ങനെയാണ്. പിന്നെ ഇവരെടുക്കുന്ന കളേഴ്സ് അത് നല്ല എന്താ പറയുക, നല്ല എടുത്തു വെക്കുന്ന കളേഴ്സ്. അപ്പൊ ഇവർ സത്യം പറഞ്ഞാൽ നല്ലൊരു കോണ്ടന്റ് ക്രിയേറ്റർ ആണ്. എങ്ങനെ ആൾക്കാരെ എടുക്കാം, എങ്ങനെ ആൾക്കാരെ എന്താ വലിച്ച് ഇവരുടെ ഈ പറയുന്ന ഇവരുടെ ഈ ലോകത്തേക്ക് എത്തിക്കാം എന്നുള്ളൊരു കാര്യം ഇവർക്ക് നന്നായിട്ട് അറിയാം. അതാണ് ഇവരുടെ മെയിൻ എന്താണ് കഴിവ് എന്ന് പറയുന്നത്. പണ്ടൊക്കെ ഞാനും എന്റെ ഫ്രണ്ട്സ് ഒക്കെ കൂടി ഇരിക്കുമ്പോഴത്തേനും സംസാരിക്കുമായിരുന്നു, എന്തൊരു വിലക്കുറവിലാണല്ലോ ഇവര് ഡ്രസ്സ് കൊടുക്കുന്നത് എന്നൊക്കെ വിചാരിച്ചിട്ട് പലതവണ ഇവരുടെ ഡ്രസ്സ് ഓർഡർ ചെയ്യാനായിട്ടൊക്കെ പോയിട്ടുണ്ട്. പക്ഷെ അത് കഴിഞ്ഞിട്ട് ഞാൻ വിചാരിക്കും, 90 വർക്കിംഗ് ഡേയ്സ് ആണല്ലോ പറയുന്നത്. 90 വർക്കിംഗ് ഡേയ്സ് എന്ന് പറയുമ്പോൾ ഇവരെ ന്യായീകരിക്കണം എന്തൊക്കെയായിരിക്കും എന്ന് അറിയാൻ പറ്റുന്നത്. കാരണം ഇവരുടെ വർക്കേഴ്സിന് 90 വർക്കിംഗ് ഡേയ്സ് എന്നായിരിക്കും ഇവർ പറയുന്നത്. പലതവണ ഞാൻ ഓർഡർ ചെയ്തിട്ട് മറ്റേ ഫിനിഷിംഗ് പോയിന്റ് വരെ എത്തിയിട്ട് ഞാനത് എന്താ പറയുക, ഡിലീറ്റ് ആക്കി കളയുന്നത്. കാരണം വെച്ചാൽ 90 വർക്കിംഗ് ഡേയ്സ് എന്ന് പറയുമ്പോഴത്തേക്കും നമ്മൾ ഉദ്ദേശിച്ച ടൈമിൽ സാധനം കിട്ടത്തില്ല. ഒരു ഫംഗ്ഷൻ ഇടണം എന്ന ഒരു ഡ്രസ്സ് കണ്ടിട്ട് നമ്മൾ അതിനകത്ത് ഭയങ്കര അഡിക്ഷൻ കിട്ടുമ്പോഴത്തേക്കും നമ്മൾ എന്നിട്ട് അത് വാങ്ങിക്കാൻ വേണ്ടി പോകുമ്പോഴത്തേക്കും അത് 90 വർക്കിംഗ് ഡേയ്സ് എന്ന് പറയുമ്പോൾ ഇവര് ചിലപ്പോൾ കിട്ടും നമുക്ക് 6 മാസമോ അല്ലെങ്കിൽ ചില 1 വർഷമോ കഴിഞ്ഞിട്ടായിരിക്കും കിട്ടണം. ഒത്തിരി പേരുടെ കമന്റ്സും കാര്യങ്ങളൊക്കെ കണ്ടിട്ടുണ്ട് ഞാൻ. പക്ഷെ അത് കുറച്ച് കഴിയുമ്പോൾ ആ കമന്റ്സ് ഒക്കെ അതിനകത്ത് ഡിലീറ്റ് ആയിപ്പോകും. അപ്പൊ അതുകൊണ്ട് നമുക്കൊരു വിശ്വാസം ഉണ്ടാവത്തില്ല. അതൊക്കെ കൊണ്ട് തന്നെയാണ് ഞാൻ ഇവരുടെ ഈ ഇൻസ്റ്റാഗ്രാം പ്രൊഫൈലിൽ നിന്ന് ഒരു സാധനം പോലും, ഇവരുടെ വെബ്സൈറ്റിൽ നിന്നാണെങ്കിൽ ഒരു സാധനം പോലും വാങ്ങിക്കാതിന്റെ മെയിൻ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത്ര നമ്മൾ ഉദ്ദേശിക്കുന്ന ടൈമിൽ സാധനം കിട്ടുന്നില്ല. പിന്നെ എന്തിനാ നമ്മൾ ആ സാധനം വാങ്ങിക്കണം, എന്തിനാ അല്ലെ? എനിക്ക് അങ്ങനെയാണ് തോന്നിയിരിക്കുന്നത്. എന്നാലും ഒത്തിരി ഇവരെ കുറിച്ച് ഒരുപാട് സ്കാം വന്നിട്ടുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് ആൾക്കാർ ഇവർ തട്ടിപ്പാണെന്ന് വന്ന് പറഞ്ഞിട്ടൊക്കെ ഉണ്ട്. എന്നിട്ട് പോലും ആൾക്കാർ വീണ്ടും വീണ്ടും ഇവരെ ചാക്കിലോട്ട് വീണുകൊണ്ടിരിക്കണം. എന്നിട്ട് കുറച്ച് കഴിയുമ്പോൾ അവർ പ്രോഡക്റ്റ് കൊള്ളില്ല, ക്വാളിറ്റി ഇല്ല, അങ്ങനെയൊക്കെ പറഞ്ഞു വരും. പ്രോഡക്റ്റ് മിസ്റ്റേക്ക് വന്നിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞു വരും. അതേപോലെ തന്നെ കസ്റ്റമർ കെയർ ആണെങ്കിലും അതിലാണെങ്കിലും അവിടുത്തെ ആൾക്കാരാണെങ്കിലും നിങ്ങൾക്ക് വേണമെങ്കിൽ വാങ്ങിയത്, ഞങ്ങൾക്ക് നിർബന്ധമൊന്നുമില്ല എന്ന രീതിയിൽ ഒരു മര്യാദ ഇല്ലാതെയാണ് കസ്റ്റമേഴ്സിനോട് പെരുമാറുന്നത്, അല്ലെ? ഒരു സത്യാവസ്ഥ പറഞ്ഞു കഴിഞ്ഞാൽ ഇവർക്ക് സ്വന്തമായിട്ടൊരു ബുട്ടീക്കില്ല. ഇവർ ഏതോ ഒരു വീട് പോലത്തെ എന്തോ സംഭവം എടുത്തിട്ട്, ഒരു ഫ്ലാറ്റോ അങ്ങനെ ഫ്ലാറ്റ് അല്ല, ഒരു വീട് എടുത്തിട്ട് അതിനകത്ത് കുറെ തുണികൾ കൊണ്ട് ഡംപ് ചെയ്തിട്ടുണ്ട്. അതിനകത്ത് കുറെ കളർ ഗ്രേഡിങ് ചെയ്യുന്നത് കാണിക്കുന്നുണ്ട്. കാരണം ഒരു ബുട്ടീക്കല്ല ഇവർ കാണിക്കുന്നത്. കാരണം ഇവര് ഷോപ്പല്ല. ഷോപ്പ് ആണെങ്കിൽ ഇവർ ഇത് പെട്ടെന്ന് തന്നെ പൂട്ടിയാലേ. പക്ഷെ ഇതൊരു ഷോപ്പായിട്ടല്ല, ഇത് ശരിക്കും ഒരു ഓൺലൈൻ ഒരു സെന്റർ ആയിട്ട് കാണിക്കുന്നത്. ഒരു ഷോപ്പാണെങ്കിൽ നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റും. ഇതെന്ന് പറയുമ്പോഴത്തേക്ക് ഇവരൊരു ബൊട്ടിക്കോ അല്ല, ഒന്നും അല്ലാത്ത രീതിയിൽ ഒരു ഓൺലൈനിൽ ഒരു മുറി എടുത്തിട്ട് ആ മുറിയിൽ ഇവർ തന്നെ ഒരു കുറെ സംഭവങ്ങൾ എടുത്ത് കാണിക്കുന്നു. കുറെ ആൾക്കാരെ കൊണ്ട് എനിക്ക് തോന്നുന്നു ഒരിടക്ക് അസ്വിയൊക്കെ ഇവർ സ്ഥിരം കസ്റ്റമർ ആയിരുന്നു. ഇവർ ഓരോ ഡ്രസ്സിലും കൊണ്ട് ഇടും. പിന്നെ കുറെ ട്രാൻസ് ഒക്കെ വന്നിട്ട് ഇവരുടെ വീഡിയോസിന് വേണ്ടി പ്രൊമോഷന് വേണ്ടി വന്ന് നിന്നിട്ടുണ്ട്. കാരണം വിശ്വാസത ഉണ്ടാക്കണമല്ലോ. ഈ മലയാളത്തിൽ സത്യം പറഞ്ഞാൽ ഒരുപാട് ഷൂട്ടിൽ ഇവരിവിടെ പോയിട്ടുണ്ട്. അപ്പൊ അസ്വിയൊക്കെ വരുമ്പോഴത്തേക്കും ഇത്രയും വർഷം, ഈ 8-9 വർഷമായിട്ട് ഈ യൂട്യൂബ്, സോഷ്യൽ മീഡിയ എന്ന് പറയുന്ന പ്ലാറ്റ്ഫോമിൽ നിൽക്കുന്ന ആൾക്കാരെ ഇവരൊക്കെ വന്നിട്ട് ഇതിനകത്തൊക്കെ വന്ന ഒരു ഡ്രസ്സിന്റെ കാര്യം ഇട്ടൊക്കെ കാണിക്കുമ്പോൾ നമ്മൾ സ്വാഭാവികമായിട്ട് നമ്മൾ വിശ്വസിച്ചു പോകും. കാരണം അസ്വിയുടെ ഒരു ആൾക്കാരെയും കൂടി ഇവർക്ക് കിട്ടുവാണ്, അല്ലെ? അപ്പൊ നമ്മൾ അതിനകത്തൊരു സംഭവമൊക്കെ നമ്മളങ്ങ് വിശ്വസിക്കും. അതേപോലെ തന്നെ അത് കഴിഞ്ഞ് അസ്വി വന്നിട്ട് കുറെ എക്സ്പ്ലനേഷൻ എന്നൊക്കെ പറഞ്ഞ് കുറെ കാര്യങ്ങളൊക്കെ ഒന്ന് പറയുന്നുണ്ടായിരുന്നു. വാട്ടവർ, അതൊക്കെ നമുക്ക് വിടാം. അപ്പൊ ഇവര് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇവർക്കൊരു ബൊട്ടീക്ക് ഇല്ലാത്തത് കൊണ്ട് തന്നെ ഇവർക്ക് ധൈര്യം ഉണ്ടെങ്കിൽ ഇവര് വെല്ലുവിളിക്കാം. ഇവർക്ക് ധൈര്യം ഉണ്ടെങ്കിൽ ഇവരൊരു ഷോപ്പായിട്ട് സ്റ്റാർട്ട് ചെയ്യും. ചെയ്ത് അപ്പോഴേ ആൾക്കാരുടെ, അതായത് ജനങ്ങളുടെ കയ്യിൽ നിന്ന് വിവരം ഇവർക്ക് വന്നിട്ട് കിട്ടും. എന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല കൈത്തരിപ്പ് മാറി കിട്ടും. അത്രേ ഉണ്ടാവത്തുള്ളൂ. കാരണം വെച്ചാൽ ഇത്രയും, അതായത് ഒരു പ്രോഡക്റ്റ് കുറച്ച് നാൾ മുന്നേ, എനിക്ക് തോന്നുന്നു എത്ര നാളെന്ന് ഞാൻ ഓർക്കുന്നില്ല, ഞാനൊരു ഒരു ഒരു പുള്ളിക്കാരുടെ ഒരു വീഡിയോ ഉണ്ടായിരുന്നു. അവരെന്താ പുറത്തങ്ങോട്ട് താമസിക്കുന്നത്. എന്നിട്ട് അവർക്ക് കിട്ടിയ പ്രോഡക്റ്റ് എന്നൊക്കെ പറഞ്ഞാൽ വളരെ മോശമായിട്ട്, അത് മെറ്റീരിയൽ ക്വാളിറ്റി ആണെങ്കിലും ഒന്നിനും കൊള്ളില്ല, കിട്ടിയ രീതിയിലേ അല്ലാത്ത രീതിയിലൊക്കെ ആയിരുന്നു അന്ന് ഇവരുടെ ഡ്രസ്സ് ഇരുന്നത്. അപ്പൊ അങ്ങനെ ഒരു ഇത് ഞാൻ കണ്ടിട്ടുണ്ട്. പിന്നെ രണ്ടാമെന്ന് പറയുമ്പോഴത്തേക്കും ഞാൻ ഇനി ഒരു വീഡിയോ വെക്കാവേ. ആ വീഡിയോയ്ക്കകത്ത് ഇവർ കൊടുത്തിരിക്കുന്ന വെച്ച് കഴിഞ്ഞാൽ ഒരു പെൺകുട്ടി അത് ഓർഡർ ചെയ്തിട്ട് അവർക്ക് ഇത്ര ലേറ്റ് ആയിട്ടൊക്കെയാണ് ഡ്രസ്സ് സാധനങ്ങളൊക്കെ കിട്ടിയത്. അതുകൂടാതെ ആ പെൺകുട്ടി ഉദ്ദേശിച്ച മെറ്റീരിയൽ അല്ല,
പിന്നെ അതിന്റെ സ്റ്റിച്ചിങ് ഒക്കെ വളരെ മോശമാണ് എന്നുള്ള രീതിയിലൊക്കെയാണ് ആ പെൺകുട്ടി എന്നൊക്കെ പറയുന്നത്. നമുക്ക് ആ വീഡിയോ ഒന്ന് കണ്ടു നോക്കാം. ഈ ഡ്രസ്സ് കണ്ടോ, ഈ അനിത വെയർ ചെയ്തിരിക്കുന്ന ഡ്രസ്സും, ഈ ഡ്രസ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാരി പോലെയും യൂസ് ചെയ്യാൻ പറ്റും. അതായത് അതിനനുസരിച്ചൊരു ബ്ലൗസാണ് ഇവർ ഇട്ടേക്കുന്നത്. അതേപോലെ തന്നെ നമുക്കൊരു ഗൗൺ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും. ഇതാണ് സാരിയുടെ വ്യൂ എന്ന് പറയുന്നത്. അപ്പോൾ ഇതുപോലെ വെയർ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരാൾ ഓർഡർ ചെയ്തു, ഒരു സ്ത്രീ ഓർഡർ ചെയ്ത് കിട്ടിയ അവരിടുന്ന ഡ്രസ്സും കൂടി ഞാൻ ഇതിൻ്റെ കൂടെ തന്നെ വെക്കാം. ഇതാണ് ഇതിൻ്റെ സ്റ്റിച്ചിങ് തമ്മിൽ നിങ്ങളൊന്ന് നോക്കിക്കും. ഈ അനിത ഇട്ടേക്കുന്ന സ്റ്റിച്ചിങ്ങും ഈ പെൺകുട്ടി ഇട്ട് വെയർ ചെയ്തിരിക്കുന്ന സ്റ്റിച്ചിങ്ങും തമ്മിലുള്ള വ്യത്യാസം നിങ്ങൾ കണ്ടോ? അതുപോലെ ഇതിനകത്ത് ഈ പെൺകുട്ടി ഇതിനകത്ത് പറയണത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്ത് ബ്ലൗസ് ആയിട്ടൊന്നും ഇടാൻ പറ്റില്ല എന്ന് തന്നെയാണ് ഇവർ പറയുന്നത്. ഈ പ്രോഡക്റ്റിൽ ഈ പെൺകുട്ടി ഭയങ്കരമായിട്ട് ഡിസപ്പോയിന്റഡ് ആയി പോയെന്ന് പെൺകുട്ടി പ്രത്യേകം എടുത്ത് പറയുന്നുണ്ട്. വോയിസിനകത്ത് വെക്കാൻ പറ്റുന്നില്ല, അതാണ് ഞാൻ റെക്കോർഡ് ചെയ്ത് പറഞ്ഞത്. അതായത് നിങ്ങൾ ഈ വീഡിയോ കണ്ടല്ലോ, ഈ വീഡിയോയിൽ ഇവർ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ ഉദ്ദേശിച്ച പോലത്തെ ഡ്രസ്സ് നല്ല കിട്ടിയത്, പിന്നെ മെറ്റീരിയൽ ക്വാളിറ്റി ആക്കാം, അവർ ഉദ്ദേശിച്ച രീതിയിലൊന്നും അല്ല കിട്ടിയത്, പിന്നെ ഓക്കെ എന്നാണ് ആ പെൺകുട്ടി ഇതിനകത്ത് പറയുന്നത്. ഇവര് ഈ പറയുന്ന ഇതിന്റെ ഈ മൂൺകോയിലുള്ള ആളുടെ പേര് അനിത എന്നാണല്ലോ. ഈ അനിത പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഇവർ ഇത്രയും വർക്കിംഗ് ഡേയ്സ് എടുക്കുന്നതിന്റെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവര് കസ്റ്റമറിന് ഇഷ്ടപ്പെട്ട രീതിയിൽ ഈ ഡ്രസ്സ് തയ്ക്കാൻ എടുക്കുന്നു, സ്റ്റിച്ച് ചെയ്യാൻ എടുക്കുന്നു എന്നുള്ളതൊക്കെ പറഞ്ഞ ഒരുപാട് ന്യായങ്ങളൊക്കെയാണ് ഇവർ പറയുന്നത്. എന്നിട്ട് കിട്ടുന്ന പ്രോഡക്റ്റ് ഇതുപോലെ ആയിരിക്കും. അതേപോലെ തന്നെ മറ്റൊരു കാര്യം വെച്ചാൽ ഇവർ പറയുന്നുണ്ട്, ഇവർ ചിലപ്പോൾ എന്ന് പറയുന്നത് എന്റെ മൂൺകോടെ പേര് അതിനകത്ത് പറഞ്ഞു കഴിഞ്ഞാൽ വരുന്ന ഇൻഫ്ലുവൻസേഴ്സിന് വരുന്ന ആൾക്കാർക്കൊക്കെ നല്ല റീച്ച് കിട്ടും. അതുകൊണ്ടാണ് ഈ പറയുന്ന അനിതയുടെ ഈ പ്രോഡക്റ്റ് വെച്ചിട്ട് ആൾക്കാർ തട്ടിപ്പാണെന്നൊക്കെ പറയുന്നതാണ് ഇവർ വന്ന് ന്യായീകരിക്കുന്നത്. പക്ഷെ എല്ലാം ഇത് സത്യം പറഞ്ഞാൽ ഇവർക്ക് ഇതെല്ലാം തന്നെ വലിയ ബിസിനസ്സാണ്. ഇവൻ നമ്മളൊക്കെ പോയിക്കൊണ്ടൊരു കംപ്ലൈന്റ് കൊടുത്താൽ അതും ഇവർക്ക് ബിസിനസ്സാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. എന്താണെന്ന് വെച്ചാൽ ഇപ്പൊ ഇവർ പറയുന്നുണ്ട്, നിങ്ങൾക്ക് എന്തെങ്കിലും പരാതി ഉണ്ടെങ്കിൽ നിങ്ങൾ ഡയറക്റ്റ് കോർട്ടിലോട്ട് മൂവ് ചെയ്തോളൂ, കേസായിട്ട് മൂവ് ചെയ്തോളൂ എന്ന് പറയുന്നുണ്ട്. അപ്പൊ ഈ കേസായിട്ട് മൂവ് ചെയ്യാൻ നേരത്താണെങ്കിലും ഇവർ വിചാരിക്കും, നമ്മൾ വിചാരിക്കും അവർ കേസായിട്ട് മൂവ് ചെയ്യാൻ പറയുന്നുണ്ട്. അപ്പൊ ഈ അനിതക്ക് വന്നാൽ അനിതയുടെ ഭാഗത്ത് എന്തെങ്കിലുമൊക്കെ ന്യായം ഉണ്ടായിരിക്കും. ഇത് ഇവർ പറയുന്ന പോലെ ആൾക്കാർ വന്നിട്ട് ഇവരുടെ ഇതിനെ നശിപ്പിക്കാൻ വേണ്ടിയിട്ട് ആൾക്കാർ ഒന്ന് ചെയ്ത് കൂട്ടുന്നതായിരിക്കും ബാക്കിയുള്ള ജനങ്ങൾ വിചാരിക്കുന്നത്. സത്യം പറഞ്ഞാൽ അങ്ങനെയാണ്. ഇവരുടെ പേരിൽ കേസും പോകുന്നുണ്ട്, എല്ലാം പോകുന്നുണ്ട്. പക്ഷേ ഇവരെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നില്ലെങ്കിൽ അതായത് ഈ കസ്റ്റമേഴ്സിന് ആവശ്യമുള്ള രീതിയിൽ പ്രോഡക്റ്റ് കൊടുക്കും, അതല്ലെങ്കിൽ അവർ പറയുന്ന നഷ്ടപരിഹാരം അത് 10,000-10,000 രൂപയായിരിക്കും, അത് അവരങ്ങ് കൊടുക്കും. എന്നാലും അത് കഴിഞ്ഞിട്ടാണെങ്കിലും കുറച്ച് കഴിയുമ്പോഴത്തേക്കും ഇവർക്ക് വീണ്ടും കസ്റ്റമേഴ്സിന് കിട്ടുകയാണ്. ഇപ്പൊ ഒരിടയ്ക്ക് ഇവർ പറയുന്നുണ്ടായിരുന്നു, ബീന കണ്ണൻ എന്ന് പറഞ്ഞ മാഡത്തിനെ കുറിച്ച് ഇവർ പറയുന്നുണ്ടായിരുന്നു. എന്റെ പേര് ബീന കണ്ണൻ മാഡം അറിയുന്നുണ്ടെങ്കിൽ അത് എന്റെ വലിയൊരു അച്ചീവ്മെന്റ് ആണ്. ഞാനൊക്കെ വലിയൊരാളായിട്ട് കണ്ടിരുന്ന ഒരാളാണ്. സത്യം പറഞ്ഞാൽ ബീന മാഡം എന്ന് പറഞ്ഞത് വെച്ചാൽ ഇവരിത് സ്കാം ആണെന്ന് പുള്ളിക്കാരിക്ക് തന്നെ എന്തോ ഒരു അറിവുണ്ട്. അതൊക്കെ കൊണ്ട് തന്നെയാണ് പുള്ളിക്കാരി വന്നിട്ട് ഈ സംഭവം പറഞ്ഞത്. പക്ഷെ ഇവരെന്ത് ചെയ്തു, ഈ പറഞ്ഞ അനിത എന്ത് ചെയ്തു എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനെയും കൂടി വളച്ചൊടിച്ചിട്ട് അവർക്ക് അതൊരു പ്രൊമോഷൻ ആക്കി എടുത്തു. കാരണം ഇവര് ഇത്രയും ലെവലിൽ ഹൈ ലെവലിൽ എത്തി എന്ന് പറയുമ്പോൾ ആൾക്കാർ എന്ത് ചെയ്യും, ബീനാക്കണ്ണൻ അറിഞ്ഞിട്ടുണ്ട്, ബീനാക്കണ്ണൻ ഇവരോട് അസൂയ തോന്നിയിട്ടായിരിക്കണം ബീനാക്കണ്ണൻ അങ്ങനെ പറഞ്ഞെന്ന് വിചാരിച്ചായിരിക്കും ആൾക്കാർ ചിന്തിക്കുന്നത്. വീണ്ടും ജനങ്ങൾ എന്ത് ചെയ്യും, അവരെ ഫോളോ ചെയ്യാനും അവരിൽ നിന്ന് പ്രോഡക്റ്റ് വാങ്ങിക്കാനും. അപ്പൊ അതും ഇവർക്ക് എന്താണ്, അതും ഇവർക്ക് ഒരു പോസിറ്റീവായിട്ടാണ് വന്ന് ഭവിക്കുന്നത്. അപ്പൊ അതാണ് പറയുന്നത്, ബീന കണ്ണന്റെ ഒക്കെ അടുത്ത് ഇവര് വരുമോ? അവരൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ ഒത്തിരി കഷ്ടപ്പെട്ട് അവരുടെ ഒരു എന്താ പറയുക ഷീമാട്ടി എന്ന് പറയുന്ന ഒരു ഫെയിം ഉണ്ടാക്കിയെടുത്തവരാ. അത് നല്ല പ്രോഡക്റ്റ് കൊടുത്ത് ഈ ഷീമാട്ടിന്ന് എടുത്ത പ്രോഡക്ട്സ് ഒന്നും എനിക്ക് വന്നില്ല. ഞാനൊക്കെ പണ്ടൊക്കെ വാങ്ങിച്ചിട്ടുള്ളതാണ്. അവിടുത്തെ പ്രോഡക്ട്സിനൊക്കെ അതിന്റേതായ ഒരു ക്വാളിറ്റി ഉണ്ട്, എല്ലാത്തിനും ഒരു ടച്ച് ഉണ്ട്. ആ പുള്ളിക്കാരി പറയുന്ന ഒരു ക്വാളിറ്റി ഉണ്ടല്ലോ, അത് എപ്പോഴും മെയിൻറ്റെയിൻ ചെയ്യുന്ന ഒരു പുള്ളിക്കാരിയാണ്. അവരുടെയൊക്കെ പേര് ഇവർക്ക് പറയാനുള്ള ഒരു അർഹതയും കൂടി ഇല്ല. കാരണം ഇത്രയും സ്കാം, ഇത്രയും കംപ്ലൈന്റ്സ് ആണ് ഇവർക്കെതിരെ പോകുന്നത്, ഇവരുടെ പ്രോഡക്ട്സിനെതിരെ പോകുന്നത്. എന്നിട്ടാണ് ഇവർ വലിയ ആൾ കളിക്കുന്നത്. 4.3 മില്യൺ 2 മില്യൺ ഒക്കെ ഉണ്ടെന്നൊക്കെ പറയുമായിരിക്കും. പക്ഷെ അതൊക്കെ സത്യം പറഞ്ഞ ഇതിനകത്ത് കുറെ ഇവര് തന്നെ കാശ് കൊടുത്തുണ്ടാക്കുന്ന ഫോളോവേഴ്സ് ആയിരിക്കും. പിന്നെ ഇവരുടെ ഡിസൈനേഴ്സ് കാണാൻ വേണ്ടിയിട്ട് ഇവർ എന്തൊക്കെ ടൈപ്പിലുള്ള ഡിസൈനേഴ്സ്, ഇവരെ കളറിങ് അങ്ങനെയൊക്കെ കാണാൻ വേണ്ടി വന്ന് ഫോളോ ചെയ്യുന്ന ആൾക്കാരുണ്ട്. ഞാനൊക്കെ ഒരിടക്ക് ഫോളോ ചെയ്യുന്നത് അത് വേറെ കൊണ്ടല്ല, ഇവരെടുക്കുന്ന ഇവർ കൂടുതലും പിൻട്രസ്റ്റ് പാറ്റേൺസ് ഒക്കെയാണ് ഇവർ യൂസ് ചെയ്യുന്നത്. അപ്പൊ അതൊക്കെ കാണാനും കാരണം അതിന്റെ കളർ ഗ്രേഡിംഗ് ഒക്കെ എടുക്കാനും വേണ്ടിയിട്ടൊക്കെയാണ് നമ്മൾ അതൊക്കെ ഫോളോ ചെയ്തോണ്ട്. അല്ലാതെ ഇവരൊന്നും പ്രോഡക്റ്റ് ഞാൻ വാങ്ങിക്കില്ല. കാരണം വെച്ചാൽ വാങ്ങിച്ചു കഴിഞ്ഞാൽ ഞാൻ വർഷങ്ങളോട് മറ്റേ വേഴാമ്പിൽ കാത്തിരിക്കുന്നതുകൊണ്ട് ഞാൻ ഇങ്ങനെ കാത്തിരിക്കേണ്ടി വരും. അതുകൊണ്ട് പരമാവധി ഇവര് സ്കാം ആണെന്ന് അറിഞ്ഞാൽ പോലും ആൾക്കാർ വീണ്ടും പോയി ചാടിക്കൊണ്ടിരിക്കണം ഇവര് ഇതിനകത്തോട്ട്. നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരിൽ ഇത്രയും എന്താണ് ഫോളോവേഴ്സ് ഒക്കെ അത് ഇറങ്ങി പോകണോ വേണ്ടോ എന്നുള്ളതൊക്കെ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അതൊക്കെ അതെ. പക്ഷെ നമ്മൾ എന്താ ചെയ്യേണ്ടത്, അവിടെ നിന്ന് ഒരു പ്രോഡക്റ്റ് വാങ്ങിക്കാതിരിക്കുക. അങ്ങനെയാണെങ്കിൽ പിന്നെ ഈ പ്രശ്നം വരില്ലല്ലോ. ഈ പ്രോഡക്റ്റ് വാങ്ങിക്കുന്നതോറും അല്ലേ ഈ പ്രശ്നങ്ങൾ ഉണ്ടാവുന്നത്. കാരണം വെച്ചാൽ അവരെയും കിടന്ന് ഓരോന്നൊക്കെ വന്ന് വിളിച്ച് പറയും. അതേപോലെ തന്നെ ഇവർ മറ്റൊരു അറ്റൻഷൻ എന്താണെന്ന് അറിയാമോ, ഇവർ അറ്റൻഷൻ സ്വീകരിക്കണം. ഇവർക്കൊരു വയ്യാത്ത മകനുണ്ടല്ലോ, ആ കുട്ടിയെ വെച്ചുകൊണ്ട് വരുന്നത്, ആ കുട്ടീനെ ചീത്ത പറഞ്ഞു, ആ കുട്ടീനെ അങ്ങനെ പറഞ്ഞു, ആ കുട്ടീനെ ഇങ്ങനെ പറഞ്ഞു എന്നൊക്കെ വന്ന് പറഞ്ഞിട്ട് എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടാകുമ്പോഴത്തേക്കും ഇവർ വന്ന് പറയും. അങ്ങനെയൊക്കെയാണ് ഇവർ വന്നത്. ഇപ്പൊ ഈ ലാസ്റ്റ് ആണെങ്കിൽ തന്നെ ഇവരുടെ ഒരു വീഡിയോ വന്നിട്ടുണ്ട്. അതായത് അതെന്തിനെ കുറിച്ചാന്ന് വെച്ചാൽ ഒരു സ്ത്രീ ആ ഒരു പ്രോഡക്റ്റ് ഓർഡർ ചെയ്തിട്ട് അവർക്ക് കുറെ നാൾ കാത്തിരുന്നിട്ടും ആ പ്രോഡക്റ്റ് കിട്ടിയില്ല. അവര് ക്യാഷും പോയി. എന്നിട്ടാണെങ്കിൽ ഇവരുടെ കസ്റ്റമർ കെയറിന്റെ നിന്ന് മോശമായ രീതിയിലുള്ള പെരുമാറ്റവും കിട്ടും. അപ്പൊ അതുകൊണ്ടാണ് ഇവർ ഈ പറയുന്ന ഒരു കസ്റ്റമർ പോയിട്ട് ഇവർക്കെതിരെ കൊണ്ട് കേസ് കൊടുത്തതിന് 10,000 രൂപ നഷ്ടപരിഹാരം, അതങ്ങനെ പറഞ്ഞു. 10,000 രൂപ നഷ്ടപരിഹാരം കൊടുക്കണം എന്ന രീതി വന്നപ്പോഴത്തേനും അതിന് മുൻപ് തന്നെ, അതായത് കേസ് കോർട്ടിൽ മൂവ് ആയി കഴിഞ്ഞിട്ടാണ് തോന്നുന്നു, ഫോൺകോയിൽ നിന്നും പ്രോഡക്റ്റ് ഈ പറയുന്ന കസ്റ്റമറിന് അയച്ചു കൊടുത്തപ്പോഴത്തേനും ഇവർ പറഞ്ഞു ഇവർക്ക് ആ പ്രോഡക്റ്റ് വേണ്ടെന്ന് പറഞ്ഞു. ഇവരെന്ത് ചെയ്തു, ഈ കസ്റ്റമർ എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് റിട്ടേൺ അടിച്ചു. അതിനൊരു വോയിസ് ക്ലിപ്പ് നമുക്കൊന്ന് കേട്ട് നോക്കാം.
ഹലോ മാം, ഗുഡ് ഈവനിംഗ്. ഇത് വിളിക്കുന്നത് മൂൺകോടത്തിലെ റിട്ടേൺ സെക്ഷനിൽ നിന്നായിരുന്നേ. ആ. ഓക്കെ മാം, ദൃശ്യ ഡി ആണോ? ദൃശ്യ അതെ. ഒരു ഓഗസ്റ്റ് 16 627750 എന്ന് പറയുന്ന ഓർഡർ നമ്പർ ഇന്നൊരു ഓർഡർ പ്ലേസ് ചെയ്തിട്ടുണ്ട്. നമുക്കിപ്പോൾ റിട്ടേൺ സെക്ഷനിലേക്ക് റിട്ടേൺ വന്നിട്ടുണ്ട്. ഇന്നാണ് റിട്ടേൺ വന്നേക്കുന്നത്. അപ്പോൾ അത് എന്താണ് എൻക്വയറി ഈ എന്താണ് അറിയാൻ വേണ്ടി സാധനം ഈ സാധനം ഞാൻ എന്ന് ഓർഡർ ചെയ്തതാന്ന് പറഞ്ഞേ? ഓഗസ്റ്റ് 16 2024. ഇപ്പൊ മാസം എത്രയായി? ഇതിപ്പോ ജൂൺ. എത്ര മാസമായി? അത് മാമിന് അറിയാലോ, കാൽക്കുലേറ്റ് ചെയ്ത് കിട്ടൂലേ? എത്ര നാളെ നിങ്ങൾ പറ, നിങ്ങൾ എത്ര മാസമായി ഇപ്പൊ ഈ സാധനം? ഇതിപ്പോ നമ്മൾ റിട്ടേൺ സെക്ഷനിൽ നിന്ന് വിളിക്കുന്നത് മാം. നിങ്ങൾ ഏത് വിളിച്ചാലും എനിക്ക് അറിഞ്ഞൂടാ. ചോദിക്കാനാ വിളിച്ചത്. നിങ്ങൾ ഏത് സെക്ഷനിൽ നിന്നായാലും എനിക്ക് യാതൊരു കുഴപ്പമില്ല. ഞാൻ നിങ്ങളെ പല പ്രാവശ്യം ഞാൻ കോൺടാക്ട് ചെയ്തിട്ടുണ്ട്. നിങ്ങളുടെ എന്ത് മറുപടിയാ കിട്ടിയെന്നോ അതിന്റെ അടിസ്ഥാനത്തിൽ ഞാൻ മെയ് ലാസ്റ്റിന് കൺസ്യൂമർ കോടതിയിൽ കംപ്ലൈന്റ് പോയിട്ടുണ്ട്. ആ കംപ്ലൈന്റ് നിങ്ങൾക്ക് എത്തിയ ഉടനെ നിങ്ങൾക്ക് ആ സാധനം ഇവിടെ അയക്കണമെങ്കിൽ എനിക്കത് വാങ്ങിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. കാരണം നിങ്ങൾക്ക് തോന്നുന്ന സമയത്ത് അയക്കാനല്ല ഞാൻ എന്റെ കാശ് അവിടെ തന്നിട്ടുള്ളത്. ഞാൻ ലീഗലി അതിന്റെ വഴിക്ക് ആ കാര്യങ്ങൾ പോയിക്കോളും. അതുകൊണ്ട് തന്നെയാണ് ഞാനത് വാങ്ങിക്കുന്നത്. ശരി. ഈ സ്ത്രീ പറയുന്ന കാര്യമാണ് ഇപ്പോൾ ഇവിടെ ഭയങ്കര വലിയ ചർച്ചയായിരിക്കുന്നത്. എനിക്ക് എന്തായാലും ഇവരോട് പറയാനുള്ളത്, നമ്മുടെ മലയാളികൾക്ക് ഒരു കുഴപ്പമുണ്ട്. എത്ര പറ്റികിരി സംഭവമാണെന്ന് പറഞ്ഞിട്ടും അതിനൊരു വിശ്വാസം വരില്ല. വീണ്ടും പോയി ടെസ്റ്റ് ചെയ്ത് പോയിട്ട് ചെയ്തുകൊണ്ടേയിരിക്കും. എന്നിട്ട് വീണ്ടും വന്നിട്ട് അയ്യോ ഞങ്ങളെ പറ്റിച്ചു എന്ന് പറയും. എന്നിട്ട് അവരുടെ കമന്റ് ബോക്സിൽ കൊണ്ട് കമന്റ് ഇടും, അത് അവർ ഡിലീറ്റ് ആക്കും. പിന്നെ അങ്ങനെയാണ് ഇവർ വീണ്ടും. പക്ഷെ ഇവർക്ക് ഓരോ നെഗറ്റീവായിട്ട് എന്താണ് ഇടുന്ന കമന്റ്സ് ആണെങ്കിലും വീഡിയോസ് ആണെങ്കിലും ഇവരത് പോസിറ്റീവ് ആക്കി എടുക്കും. അതാണ് ഇവരുടെ കഴിവ് എന്ന് പറയുന്നത്. അപ്പൊ എനിക്ക് നിങ്ങളോട് പറയാനുള്ള ഒരേ ഒരു കാര്യമേ ഉള്ളൂ, ദയവ് ചെയ്ത് ഇവരുടെ അവിടെ നിന്ന് പ്രോഡക്ട്സ് വാങ്ങിക്കാതിരിക്കുക. എത്രയോന്ന് വെച്ച് കഴിഞ്ഞാൽ എത്രയോ നല്ല നല്ല ബൊട്ടിക്സും കാര്യങ്ങളൊക്കെ വേറെ ഉണ്ട്. നിങ്ങൾ അവിടെ നിന്ന് പോയി വാങ്ങിക്കുക. എന്തോരം ഓൺലൈനിൽ കൊടുക്കുന്ന ആൾക്കാരുണ്ട്. ഒത്തിരി റീച്ചും കാര്യങ്ങളും വ്യൂസ് ഒന്നും ഉണ്ടാകത്തില്ല. പക്ഷെ അവർ നിങ്ങൾ പറയുന്ന ടൈമിൽ സാധനങ്ങൾ കിട്ടും. എന്തിനും ഈ 90 ഡേയ്സ് വർക്കിംഗ് ഡേയ്സ് അല്ലെങ്കിൽ 6 മാസം 1 വർഷം കഴിഞ്ഞിട്ടൊക്കെ നിങ്ങൾക്ക് ഡ്രസ്സ് കിട്ടണ എന്തിനാ? അതിലും നല്ലത് നിങ്ങൾക്ക് അതിനെ കുറച്ച് മെറ്റീരിയൽ എടുത്ത് കൊടുത്തു കഴിഞ്ഞാൽ നന്നായിട്ട് സ്റ്റിച്ച് ചെയ്യുന്ന ഏതൊരു ചേച്ചിമാരെ കൊണ്ട് കൊടുത്തു കഴിഞ്ഞാൽ അവർ ചെയ്തു തരും. സത്യമായിട്ടും പറയണം അവർ. കാരണം അത്യാവശ്യം നമുക്ക് തന്നെ പഠിക്കാവുന്ന കാര്യങ്ങളൊക്കെ തന്നെയുള്ളൂ. ഇത്രയും വലിയ ഇവർക്ക് ഈ ഒരു വർഷത്തിനുള്ളിൽ സാധനം കിട്ടുകയാണെങ്കിൽ നിങ്ങൾ ഓരോ ബീഡ്സ് ഒരു വർഷത്തിനുള്ളിൽ നിങ്ങൾ എടുത്ത് വെച്ചാൽ മതിയല്ലോ. നിങ്ങൾക്ക് ആ ഡ്രസ്സ് ഫിനിഷ് ചെയ്ത് കിട്ടുമല്ലോ. ഇവര് പറയുന്ന കൂട്ട് ഇത്രയും വലിയ എന്താ പറയുക മണ്ടത്തരത്തിനോട് നമ്മൾ പോയി ചാടരുതെന്ന് എനിക്ക് പറയാനുള്ളൂ. ഇതാണ് എനിക്ക് പറയാനുള്ളത്.